ഷെക്കിന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ വിശ്വാസ പരമ്പരയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അറിവ് എന്ന ദാനത്തെക്കുറിച്ച് മൂന്നാമത് ഒരു എപ്പിസോഡ് കൂടി എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ എപ്പിസോഡിൽ എസെക്കിയേൽ ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. കർത്താവിൻ്റെ അരുളപ്പാട് അരുളി ചെയ്യുന്നു, പറയുന്നു എന്നീ വിധങ്ങളിൽ അറിയിപ്പായും മുന്നറിയിപ്പായും പ്രവാചകനോട് അവിടുന്ന് സംസാരിക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ അനേക പ്രാവശ്യം അനേകം അധ്യായങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു വാക്യമുണ്ട്. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും എന്നുള്ളത്. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ധിക്കരിക്കുന്നതിന് വന്നു ഭവിക്കുന്ന വിപത്തുകളാണ് കർത്താവ് പ്രവാചകനെ അറിയിക്കുന്നത്. എസെക്കിയേൽ 7-ാം അധ്യായം ഇസ്രായേൽ ദേശത്തോട് അരുളി ചെയ്യുന്നത് 7-ാം അധ്യായം 4-ാം വാക്യം, ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല, നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല, നിന്റെ മ്ലേച്ഛതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. വീണ്ടും 9-ാം വാക്യത്തിലും ഇതേ വചനം തന്നെ ആവർത്തിക്കുകയാണ്, ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത് പോലെ. 7-ാം അധ്യായം അവസാനിക്കുന്നത് 27-ാം വാക്യം, രാജാവ് വിലപിക്കും, രാജകുമാരൻ നിരാശനാകും, ദേശത്തെ ജനത്തിൻ്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും, അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പൊരുതും, അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും, ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. ഇസ്രായേലിന് ശിക്ഷയുണ്ട്, എന്നാൽ സംരക്ഷണ മുദ്രയുമുണ്ട്. 9-ാം അധ്യായം 4-ാം വാക്യം, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. കേബാർ നദിയുണ്ട്, കെരൂബുകളുണ്ട്, കർത്താവിൻ്റെ മഹത്വം സഞ്ചരിക്കുകയുമാണ്. 9-ാം അധ്യായം 18-ാം വാക്യം, കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിൽക്കിൽ നിന്ന് പുറപ്പെട്ട് കെരൂബുകളുടെ മീതെ നിന്നു. പ്രവാസികൾക്ക് വാഗ്ദാനമുണ്ട്. 11-ാം അധ്യായം 17-ാം വാക്യം, അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. 11-20, അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. കർത്താവിൻ്റെ മഹത്വം വീണ്ടും സഞ്ചരിക്കുകയാണ്. 11-ാം അധ്യായം 22-ാം വാക്യം, കെരൂബുകൾ ചിറകുകൾ ഉയർത്തി, ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു, ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു. 11-23, കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്നുയർന്ന് നഗരത്തിന് കിഴക്കുള്ള മലമുകളിൽ ചെന്ന് നിന്നു. പ്രവാചകനും സഞ്ചരിക്കുകയാണ്. 11-24, ആത്മാവ് എന്നെ എടുത്തുയർത്തി ദൈവാത്മാവിൽ നിന്നുള്ള ദർശനത്തിൽ കൽദായ ദേശത്തെ പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി. കർത്താവിൻ്റെ താക്കീതും തുടരുകയാണ്. 12-20, ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും, ദേശം നിർജ്ജനമായി തീരും, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. വ്യാജ പ്രവാചകർക്ക് എതിരെ കർത്താവ് വ്യാജം പ്രവചിക്കുകയും വ്യർത്ഥ ദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന പ്രവാചകർക്ക് എതിരാണ്. സമാധാനമില്ലാതിരിക്കെ അവർ സമാധാനം എന്ന് ഉദ്ഘോഷിച്ചു. 13-ാം അധ്യായത്തിൽ ഇത് സംബന്ധിച്ചുള്ള വായനകൾ ഉണ്ട്.
അവിടുന്ന് വിഗ്രഹ ആരാധനയ്ക്കെതിരെയാണ്. 14 അധ്യായത്തിൽ അതിൻ്റെ വിവരണമാണുള്ളത്. വ്യക്തിപരമായ ഉത്തരവാദിത്വം സംബന്ധിച്ച് 14:14 വായിക്കുന്നത്, നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂവെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രവൃത്തികൾക്കനുസൃതമായി അവിടുന്ന് വിധിക്കുന്നു. വ്യക്തിപരമായ ഉത്തരവാദിത്വം സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണിത്. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വിശ്വസ്തത, അവിടുത്തെ ഉടമ്പടി ആയത് ഇസ്രായേലിന് കൈവിടാത്ത പ്രതീക്ഷയാണ്. 16:60 എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും, നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. 16:62 നീയുമായി ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കും, ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. വ്യക്തിപരമായ ഉത്തരവാദിത്വം സംബന്ധിച്ച് 18 അധ്യായത്തിൽ വീണ്ടും അറിയിക്കുകയാണ്. നീതി സംബന്ധിച്ച വെളിപ്പെടുത്തൽ കൂടിയാണിത്. 18:21 എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരിയുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. 18:26 നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവർ മരിക്കും. അവർ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. അവിടുന്ന് അമ്മോന്യർക്ക് എതിരെയാണ്. 25:3 അമ്മോന്യരോട് പറയുക, ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂദാഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. 25:5 ഞാൻ റബായെ ഒരു ഒട്ടകങ്ങൾക്കുള്ള മേച്ചിൽ സ്ഥലവും അമ്മോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്കുള്ള താവളവുമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. അവിടുന്ന് മൊവാബിന് എതിരെയാണ്, ഏദോമിന് എതിരെയാണ്, ഫിലിസ്തർക്ക് എതിരെയാണ്, ടയറിന് എതിരെയാണ്, ടയർ രാജാവിനും എതിരെയാണ്. അവിടുന്ന് സീദോനും എതിരെയാണ്. ഇവിടെയെല്ലാം ആവർത്തിച്ച് പറയുന്നത് ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും എന്നാണ്. 29:16 ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല. എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. പ്രവാചകൻ കാവൽക്കാരനാണ്, കർത്താവ് ഇടയനുമാണ്. 34:12 ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും, അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. 34:23 ഞാൻ അവർക്ക് ഒരു ഇടയനെ, എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും. അവൻ അവയെ പോറ്റുകയും അവരുടെ ഇടയനായിരിക്കുകയും ചെയ്യും. ഇസ്രായേലിന് നവജീവൻ. 36-38 ഞാൻ അങ്ങനെ ചെയ്യും. വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ, തിരുനാളുകളിൽ ജെറുസലേമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ നിർജ്ജന നഗരങ്ങളെല്ലാം മനുഷ്യരാകുന്ന അജഗണത്തെ കൊണ്ട് നിറയും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. ഇസ്രായേലിന് രക്ഷ. 39-21 ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും. ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും. 39-22 തങ്ങളുടെ ദൈവമായ കർത്താവ്
ഞാനാണെന്ന് അന്നു മുതൽ ഇസ്രായേൽ ഭവനം അറിയും. കർത്താവിൻ്റെ മഹത്വം മടങ്ങി വരുന്നു. 43:4. കർത്താവിൻ്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. 43:5. അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അവിടുത്തെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിത്യമായി വസിക്കുന്നതിനുള്ള ഇടവും. കർത്താവ് നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ എങ്ങനെ നിറവേറ്റപ്പെടുമെന്ന് അവിടുന്ന് എസെക്കിയേൽ പ്രവാചകനെ അറിയിക്കുകയായിരുന്നു. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. നമുക്ക് കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ഏറെ അറിവുള്ളവരാകാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കാതോലിക ലേഖനങ്ങളിൽ പത്രോസ് ശ്ലീഹായുടെയും യോഹന്നാൻ ശ്ലീഹായുടെയും ലേഖന ഭാഗങ്ങളിൽ നിന്ന് അറിവ് സംബന്ധിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പത്രോസ് ശ്ലീഹായുടെ 2-ാം ലേഖനം ശ്ലീഹായുടെ അവസാന മൊഴികളായി എടുക്കാം. ശ്ലീഹ തന്നെ എഴുതുന്നത് 2 പത്രോസ് 1:14. എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഈ ലേഖനത്തിൽ ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് വളരുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമാണ്. 1-ാം അധ്യായം 8-ാം വചനം. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമർത്ഥമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. ലേഖനം അവസാനിക്കുന്നത് 3:18. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ അറിവ്, അറിയുക എന്നീ പദങ്ങൾ ഉപയോഗിച്ചുള്ള ശൈലി ലേഖനത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 1 യോഹന്നാൻ 2:4. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നതിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. 2-ാം അധ്യായം 29-ാം വാക്യം. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ധാരാളം വചനങ്ങൾ അറിവ് സംബന്ധിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 3-ാം അധ്യായം 1-ഉം 2-ഉം വചനങ്ങൾ, 3-ാം അധ്യായം 14-ഉം 15-ഉം വചനങ്ങൾ, 3-ാം അധ്യായം 16-ാം വചനം, 3-ാം അധ്യായം 19-ഉം 20-ഉം വചനങ്ങൾ, 3-ാം അധ്യായം 24 വചനം. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലും വചനങ്ങളുണ്ട്. 4-ാം അധ്യായം 6-ാം വാക്യം, 4-ാം അധ്യായം 7-ഉം 8-ഉം വചനങ്ങൾ, 4-ാം അധ്യായം 13, 4-ാം അധ്യായം 14-ാം വാക്യം, 4:16, 4:18, 4:19, 4 അധ്യായം 20-ാം വാക്യം എടുത്തു വായിക്കാം. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു.
നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലും ആണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1962 മെയ് 3 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ കൊടുത്തിട്ടുള്ള സന്ദേശമാണ്. എൻ്റെ മാധുര്യവാനായ നാഥൻ അവിടുത്തോടൊപ്പം പ്രാർത്ഥിക്കുവാൻ എന്നെ വിളിച്ചു. അവിടുത്തേക്ക് പ്രിയങ്കരമായ ചെറിയ പ്രാർത്ഥന എന്നെ പഠിപ്പിച്ച ശേഷം സാധാനെതിരെ ശക്തമായ ആയുധമായ പ്രാർത്ഥന അനേകരെ പഠിപ്പിക്കുവാൻ എന്നോട് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങിത് കനിഞ്ഞരുളണമേ. എൻ്റെയും ഈശോയുടെയും പാദങ്ങൾ ഒന്നിച്ച് നടത്തണമേ. ഞങ്ങളുടെ കരങ്ങൾ ഒന്നു ചേർന്നിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നിച്ചു മിടിക്കണമേ. ഞങ്ങളുടെ സത്തകൾ ഒന്നായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും മനസ്സും ഒന്നായിരിക്കണമേ. ഞങ്ങളുടെ കാതുകൾ ഒന്നു ചേർന്ന് നിശബ്ദതയിൽ ശ്രവിക്കട്ടെ. പരസ്പരം ഞങ്ങൾ മിഴികളിൽ ഐക്യത്തോടെ നോക്കിയിരിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങൾ ഒരുമിച്ച് നിത്യപിതാവിനോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. 1 യോഹന്നാൻ 5:20 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അപ്പോൾ മിസ്റ്റിക്കുകളിലൂടെ സന്ദേശങ്ങൾ നൽകി സ്വർഗം നമ്മെ അനുഗ്രഹിക്കുകയാണ്. സഭാത്മകമായി വേണ്ടത്ര പഠനങ്ങൾ നടത്തി സ്നേഹാഗ്നിജ്വാല പ്രചരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം സാത്താൻ വിധിക്കുന്ന വിദ്വേഷത്തിൻ്റെ പടർത്തലിന് നമുക്കുള്ള ദിവ്യ ഔഷധമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല. സന്ദേശങ്ങൾ ലഭിച്ച ഹംഗറിയിലെ എലിസബത്ത് കിൻഡൽമാൻ എന്ന വീട്ടമ്മയെ ഒരു വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് എടുക്കുന്നത്. കർത്താവ് തരുന്ന എല്ലാ അവസരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.